ശബരിമലയിൽ സുഖദർശനം നടത്തി തീർത്ഥാടകർ. തിരക്ക് നിയന്ത്രണ വിധേയം. പമ്പയിലും നിലയ്ക്കലും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. നിലയ്ക്കലിൽ 7 സ്പോട്ടിംഗ് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. അതേസമയം വിർച്വൽ ക്യൂ വഴി പാസ് എടുത്ത് ദർശനം ലഭിക്കാത്തവർക്ക് ദർശനം ഉറപ്പാക്കുമെന്ന് ADGP ശ്രീജിത്ത് പറഞ്ഞു. വിർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് ദർശനത്തിന് വന്ന ആർക്കെങ്കിലും അങ്ങനെ തിരിച്ചു പോണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും വീണ്ടും അവസരം കൊടുക്കും. അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിൽ ദർശനത്തിനുള്ള സൗകര്യം കൊടുക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇന്നലെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ആരും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അഖിൽ TS വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, മലകയറിയ ഒരു തീർത്ഥാടകനും അയ്യപ്പ ദർശനം നടത്താതെ പോകില്ല. ആ ഉറപ്പാണ് അധികൃതർ നൽകുന്നത്. 1. 2, ഇത്രയേറെ തിരക്കുണ്ടായിട്ടും വലിയ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സുഖദർശനമാണ്. എന്തൊക്കെ ശബരിമല? അജിംഷാദ്, തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് ഈ സമയത്തായിരുന്നു ശബരിമലയിൽ അനിയന്ത്രിതമായ തിരക്ക് വന്നതും ശബരിമലയിലെ ദർശന സമയം 1 മണിക്കൂർ നീട്ടിയതും ഇപ്പോൾ ശബരിമല നട അടയ്ക്കുന്ന സമയത്തോട് അടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഫ്ലൈ ഓവറുകളിൽ ആളുകൾ എപ്പോഴും ഫ്ലൈ ഓവറുകൾ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ കാണുന്ന ഫ്ലൈ ഓവറുകൾ ശൂന്യമാണ്. ശബരിമലയിലേക്ക് ഇതുവരെ എത്തിയ മുഴുവൻ ഭക്തർക്കും തൊഴുന്നതിനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കി 18-ാം പടി കയറി എത്തുന്ന ഓരോ ഭക്തരെയും നേരിട്ട് തന്നെ ശബരിമല ശ്രീകോവിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നടയടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിൽ എത്തുന്ന ഓരോ ഭക്തർക്കും സുഖദർശനം ഉറപ്പുവരുത്തുക എന്നത് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പ്രതിജ്ഞാബദ്ധരാണ് അവർ. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായി കാര്യക്ഷമമായ പ്ലാനിങ്ങോടുകൂടി അവർ ആ കാര്യം നടത്തി വരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്ഥിതിഗതികൾ ശാന്തമാണ്. നിലവിൽ ശബരിമലയിൽ 70,000 പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിങ്ങും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പമ്പയിലുണ്ടായിരുന്ന 4 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടാതെ നിലയ്ക്കലിൽ 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ഇന്ന് പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നിലയ്ക്കലിൽ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിങ്ങും തീർച്ചയായും അഖിൽ TS, അതായത് ഈ പലരും ഈ തിരക്ക് മൂലം ദർശനത്തിന് അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നേരിട്ട് അധികൃതർ ഇടപെടുന്നു. അവർ ഇടപെട്ട് അവരുടെ ഓരോരുത്തരുടെയും കാര്യം നോക്കുന്നു. അത് നിസ്സാരമായൊരു കാര്യമല്ല. കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിസ്സാരമായി തോന്നിയാലും വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ 1 മിനിറ്റിൽ ഏതാണ്ട് 20 പേരാണ് ഒരു പടി കടക്കുന്നത്. അങ്ങനെ 1 മിനിറ്റിൽ. അപ്പോൾ നോക്കൂ, ആ അർത്ഥത്തിലുള്ള വലിയ തിരക്ക്. കഴിഞ്ഞ മണ്ഡലകാലവും ഇതുപോലെയായിരുന്നു. ഏതാണ്ട് 55 ലക്ഷം പേരാണ് സുഗമമായി ദർശനം നടത്തിയത്. ആ പാതയിൽ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഈ പുതിയ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് അയ്യപ്പ ഭക്തർക്കായി അവിടെ ദേവസ്വം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ജിംഷാദ്, തീർച്ചയായും നിലവിൽ 1 മിനിറ്റിൽ 18-ാം പടി കയറുന്നത് നിലവിൽ ശരാശരി കണക്കനുസരിച്ച് 73 മുതൽ 80 വരെ ആളുകളെയാണ് 1 മിനിറ്റിൽ ശബരിമലയുടെ 18-ാം പടിയിലൂടെ കയറ്റിവിടുന്നത്. ഇത്തരത്തിൽ വളരെയധികം സ്പീഡിൽ പോലീസിൻ്റെയും NDRF സംഘം നിലവിൽ ശബരിമലയിൽ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. NDRFിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ വളരെയധികം വിപുലമായി ശബരിമലയിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരാണ് കുറഞ്ഞ സമയം കൊണ്ട് ദർശനം നടത്താനായി ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തർ പോലും അയ്യപ്പനെ കാണാതെ മടങ്ങരുത് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡും പോലീസും സർക്കാരും ഉറപ്പുവരുത്തുന്നു. അതിനായി ഇന്നലെ നമ്മൾ കേട്ടതാണ്, മന്ത്രിക്ക് ശബരിമലയിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. എന്നിരുന്നാലും എല്ലാ വകുപ്പുകളെയും സർക്കാർ ക്രിയാത്മകമായി ഏകോപിപ്പിച്ചു. ഇന്നലെ ഉണ്ടായ തിരക്ക് മൂലമുണ്ടായ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകളെയും കാര്യക്ഷമമായി ഏകോപിപ്പിച്ച് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കൂടുതൽ KSRTC ബസ് സർവീസുകൾ ആരംഭിച്ചു. കൂടാതെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. അത്തരത്തിൽ ചുക്കുവെള്ളം നൽകുന്നതിനും ബിസ്ക്കറ്റ് അടക്കമുള്ള ലഘുഭക്ഷണങ്ങൾ നൽകുന്നതിനും വേണ്ടി ദേവസ്വം ബോർഡ് 250ഓളം ആളുകളെ പുതിയതായി ഇന്നലെ തന്നെ ഡ്യൂട്ടിയിൽ നിയോഗിച്ചു. ശുചീകരണത്തിനായി 200 തൊഴിലാളികളെ നിയോഗിച്ചു. അത്തരത്തിൽ ശബരിമലയിലെത്തുന്ന ഭക്തരുടെ സുരക്ഷയും അവർക്ക് നല്ല രീതിയിൽ സുഖദർശനത്തോടെ ശബരിമലയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളും നിലവിൽ ശബരിമലയിൽ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ കണ്ട ശബരിമലയല്ല ഇന്ന്. സമാധാനപൂർണ്ണവും ശാന്തവുമായ അന്തരീക്ഷമാണ് ശബരിമലയിൽ. ദൃശ്യങ്ങളിൽ തന്നെ അജിംഷാദിന് അത് വ്യക്തമാകും. വളരെ സന്തോഷത്തോടെ മല കയറി വരുന്ന ഓരോ അയ്യപ്പ ഭക്തരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. ഇപ്പോൾ നടയടയ്ക്കാൻ പോകുന്ന തീർച്ചയായും അയ്യപ്പ ഭക്തർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. അഖിൽ TS, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങൾക്കൊപ്പം നമുക്ക് ഭക്തർ പറയുന്നത് കൂടി കേൾക്കാം. ശബരിമലയിൽ സുഖദർശനം നടത്താൻ സഹായിച്ച പോലീസിനും പിണറായി സർക്കാരിനും നന്ദിയെന്ന് ഭക്തർ പറയുന്നു. അവരുടെ വാക്കുകൾ:
അല്ല, ഞങ്ങൾ ഇന്നലെ നടന്ന് ഇതിന് ഹാർട്ട് പേഷ്യന്റ്, ഇത് ഹാർട്ട് പേഷ്യന്റ്, എനിക്ക് മുട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. അങ്ങനെ എല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ നടന്ന് വരാനുള്ള ത്രാണിയില്ല. മതി മതി, ഞങ്ങൾക്ക് അത് മതി സാറേ, ഞങ്ങൾക്ക് അത് മതി. ഞങ്ങൾക്ക് എന്റെ അയ്യപ്പനെ കാണാൻ പറ്റിയതിലെ സന്തോഷം, ഇത്രയും സന്തോഷം വേറെ ഇല്ല സാർ. നന്ദിയുണ്ട് സാറേ. എന്താ, ഒരിക്കലും സ്വപ്നത്തിലും കരുതിയില്ല ഇന്ന് തൊഴുവാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. സാറിനാണ് എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞ് അയ്യപ്പനാണ് ഇത് സാറിനെ കൊണ്ട് ചെയ്യിച്ചത്. അയ്യപ്പ സ്വാമിയാണ് സാറിനെ കൊണ്ടും എല്ലാരെ കൊണ്ടും ഇത് ചെയ്യിച്ചത്. ഞങ്ങൾ ഇന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതാണ് ഭക്തർ പറയുന്നത്. അവിടെ ദർശനം നടത്തിയവർ പറയുന്നത്. ഇത്രയേറെ തിരക്കുണ്ടായിട്ട് സുഗമമായി ദർശനം നടത്തിയ സർക്കാരിനും പോലീസിനും ഒക്കെ നന്ദി പറയുകയാണ് ഹൃദയം കൊണ്ട് ആ അമ്മമാർ.